നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ പാലക്കാട് ഒറ്റപ്പാലം അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോവാണ്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ നമ്മളെ ഒരു കുട്ടി ട്രാവലിൽ ഞാൻ നിങ്ങളെ കൂട്ടാമെന്ന് വിചാരിച്ചു. ട്രാവലിനൊന്നുമില്ല, അച്ഛനൊക്കെ അവിടെ നിന്ന് ഒച്ചപ്പാടാക്കുന്നുണ്ട്. അപ്പം ഞാൻ പെട്ടെന്നൊരു ഇൻട്രോ പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അച്ഛനല്ല അപ്പുവാണ് വെച്ചാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ തുടർന്ന് കാണാം കേട്ടോ. വ്ളോഗിലേക്ക് എല്ലാവർക്കും വെൽക്കം. ബൈ ഗൈസ്, ഞാനാണ് ഗേറ്റ് അടയ്ക്കുന്ന ലാസ്റ്റത്തെ ആൾ. അങ്ങനെ നമ്മുടെ ജേർണി സ്റ്റാർട്ടായിട്ടോ. ഇത് നമ്മൾ മലപ്പുറത്ത് നിന്നാണ് പോകുന്നത്. അതായത് എൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ ഫുൾ ഫാമിലിയാണ് പോകുന്നത്. അച്ഛൻ, അമ്മ, എൻ്റെ ബ്രദർ ഉണ്ട്, അപ്പു ഉണ്ട്. നമുക്ക് അപ്പുവിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലും അതുപോലെ എൻ്റെ ഒരു ആൻറ്റീൻ്റെ വീട്ടിലൊക്കെ പോകാനുണ്ട്. അപ്പോൾ ഒറ്റപ്പാലം പാലക്കാട് വഴി തിരിച്ചു വരാനാണ്. ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടോ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. എൻ്റെ സൗണ്ടിന് ചെറിയ കിച്ച് ഉണ്ട്. നിങ്ങൾ അതിനോട് സഹകരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വീട്ടിൽ കുറച്ച് പിള്ളേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് മിഠായിയും അതുപോലെ കുറച്ച് സ്നാക്സ് ഒക്കെ മേടിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പം ഉണ്ട് ഒരാൾ കുഞ്ഞു കുട്ടികളുടെ വാട്ടർ ബോട്ടിൽ ഇങ്ങനെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് അർമാദിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഭാവിയിൽ അവന് കുട്ടി ഉണ്ടാകുമ്പോൾ വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ ഫോട്ടോ എടുത്ത് വെക്കുന്നതെന്നാണ് പറഞ്ഞത്. അതാർക്കും അയച്ചു കൊടുത്തതാണ്. അത് ഞാൻ പിന്നെ പൊക്കിക്കോളാം. നേരെ നമ്മൾ പോയിട്ട് വഴിയിൽ നിന്ന് കുറച്ച് നല്ല ഫ്രൂട്ട്സും കൂടെ മേടിച്ചായിരുന്നു. കാരണം ഹെൽത്ത് ഈസ് വെൽത്ത്. വെറും ബേക്കറി മാത്രം പോരല്ലോ, കുറച്ച് ഫ്രൂട്ട്സൊക്കെ അകത്ത് ചെന്നാൽ എല്ലാവർക്കും വളരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് മേടിക്കുന്ന കടേൻ്റെ നേരെ ഓപ്പോസിറ്റ് കണ്ട വലിയൊരു മലയാണിത്. ഇതിന് എന്തോ ഒരു പേര് എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നു, അത് ഞാനിപ്പോൾ മറന്നുപോയി കേട്ടോ. ഒറ്റപ്പാലം സൈഡിലുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും അത് ഏതാണ് മല എന്നുള്ളത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇത് പുതിയ വീടാണ് കേട്ടോ. ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് നമുക്ക് വരാൻ പറ്റിയില്ല, ഞങ്ങൾ ഗോവയിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ അതിന് ശേഷം നാട്ടിൽ പോയപ്പോൾ ഒന്ന് വീടൊക്കെ കണ്ടിട്ട് വരാൻ വേണ്ടി വന്നതാണ്. പുറത്തുനിന്ന് കണ്ട് നല്ല കുട്ടി വീടാന്ന് തോന്നും, പക്ഷെ അകത്ത് ഭയങ്കര സ്പേഷ്യസ് ആണ്. എനിക്ക് നല്ല ഇഷ്ടമായി ഈ വീടിൻ്റെ പ്ലാൻ കേട്ടോ. ഇത് അപ്പുകുട്ടൻ്റെ ഉണ്ണിച്ചക്കൻ്റെ വീടാണ് കേട്ടോ. ഏട്ടൻ കഷ്ടപ്പെട്ട അവസാനം ഒരു അടിപൊളി വീട് തന്നെ വെച്ചു. അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ ക്യാൻറ്റീനിൽ പോകാമെന്ന് വിചാരിച്ചു. ഒറ്റപ്പാലം ക്യാൻറ്റീൻ എടുത്ത് പറഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളും കിട്ടിയാൽ കുറച്ച് കുപ്പിയും എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേനും അവിടെ ലഞ്ച് ബ്രേക്ക് ആയിപ്പോയി. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം വെറുതെ ഇരിക്കേണ്ടി വന്നു. സോ നമ്മൾ നേരെ റിട്ടേൺ വന്ന് നേരെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയത് കേട്ടോ. പോരുന്ന പോക്കിൽ നമ്മൾ ആ ചേട്ടനെയും കൂടി പൊക്കി കൊണ്ടുവന്നായിരുന്നു. പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. എപ്പോൾ ഹോട്ടലിൽ കയറിയാലും മെനു കാർഡ് എൻ്റെ മുന്നിലേക്ക് അങ്ങ് വെച്ച് തന്ന് ഓർഡർ ചെയ്തോ എന്ന് പറയും എല്ലാവർക്കും എന്താ വേണ്ടതെന്ന് വായ തുറന്ന് പറഞ്ഞാലല്ലേ എനിക്ക് ഓർഡർ ചെയ്യാൻ പറ്റുമോ. എനിക്ക് ഭയങ്കര ടാസ്ക്കുള്ളൊരു ഡിസിഷൻ മേക്കിംഗ് ടൈമാണ് കേട്ടോ അത്. അങ്ങനെ എല്ലാവരോടും ചോദിച്ച് മനസ്സിലാക്കി ഞങ്ങൾ ഒറ്റ സ്വരത്തിൽ പറഞ്ഞു നമുക്ക് മന്തി കഴിക്കാമെന്ന്. പക്ഷെ അവരെന്തോ വലിയ ആൾക്കാരായിട്ട് പെരി പെരി ചിക്കൻ എന്തോ ഓർഡർ ചെയ്തു. ഞാൻ നോർമൽ ബോയിൽഡ് ചിക്കൻ മതി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവർ കഴിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരുടെയും മുഖത്തെ എക്സ്പ്രഷനൊക്കെ മാറുന്നുണ്ടായിരുന്നു. എരിഞ്ഞ് പുകഞ്ഞ് കരിഞ്ഞു പോയായിരുന്നു. നല്ല എരിവുണ്ടായിരുന്നു. പക്ഷേ അഭിമാനം വിട്ടൊരു കളിയില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ എന്ത് എരിവ്, ഇതൊന്നും ഒരു എരിവില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ മൂന്നാൾക്കാരും അങ്ങനെ തിന്ന് തീർത്തു. എന്തായാലും അത് ഭക്ഷണം കാണാൻ നല്ല രസമുണ്ടായിരുന്നെങ്കിലും ടേസ്റ്റ് ഭയങ്കരമാണ് ഒന്നും പറയാനില്ല. എന്നാലും ഒരു ഓക്കെ ഫുഡായിരുന്നു. പക്ഷേ നമ്മൾ കഴിക്കുന്ന ഫുഡിനേക്കാൾ കൂടുതൽ നമ്മളെല്ലാവരും ഇരുന്ന് കുറേ സമയം സംസാരിച്ച് ചിരിച്ച് കളിച്ചൊക്കെ കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തു. എനിക്ക് എപ്പോഴും ഫാമിലിയായിട്ട് പുറത്ത് പോയി ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതാട്ടോ. അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. അങ്ങനെ തിരിച്ച് നമ്മൾ നേരെ ക്യാൻറ്റീനിൽ പോയി. ക്യാൻറ്റീൻ മൊത്തത്തിലൊന്ന് എക്സ്പ്ലോർ ചെയ്തു. അപ്പുകുട്ടൻ എൻ്റെ പിന്നാലെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ആവശ്യമില്ലാത്തതൊന്നും കൊട്ടയിൽ വാരിയിടാൻ നിൽക്കാൻ വേണ്ടി. പക്ഷേ കിട്ടിയ സമയം കൊണ്ട് വാരാൻ പറ്റുന്നതെല്ലാം ഞാൻ വാരിയിട്ടുണ്ടായിരുന്നു. 2 കൊട്ട നിറഞ്ഞ് ബാക്കി സ്ഥലം ഇല്ലഞ്ഞിട്ട് കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. എപ്പോഴും നമ്മൾ അവിടുന്ന് എന്തെങ്കിലും മിഠായി എടുക്കാറുണ്ട്. ഇപ്രാവശ്യം നമ്മൾ കിൻഡർ ജോയാണ് എടുത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ കിൻഡറിൻ്റെ എല്ലാ പ്രൊഡക്ട്സും എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഞാനായിട്ട് പൈസ കൊടുത്ത് മേടിക്കത്തില്ല. പക്ഷേ ആരെങ്കിലും ഇതുപോലെ മേടിച്ചെന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളും അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. അങ്ങനെ ഒറ്റപ്പാലത്തിനോട് ബൈ പറഞ്ഞ അവസാനം നമ്മൾ പാലക്കാട് എത്തിയ വഴിക്ക് ലുലു മോൾ തുടങ്ങിയിട്ടുണ്ടല്ലോ, ഇതുവരെ പോയിട്ടില്ല. എന്നാൽ പിന്നെ ഒന്ന് പോയി നോക്കിയേക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെയും ആർക്കും ഒരാവശ്യമില്ല, ഒന്നും വാങ്ങാനുമില്ല. പക്ഷെ എന്നാലും ലുലു മോൾ പാലക്കാട് തുടങ്ങിയാൽ നമ്മളൊന്ന് പോയി കാണണമല്ലോ. അതും പാലക്കാട് എത്തിയ സ്ഥിതിക്ക് കാണാതെ പോകുന്നത് മോശമല്ലേ. നേരെ വണ്ടി നമ്മൾ അങ്ങോട്ട് വിട്ടു. പാലക്കാട് പാർക്കിംഗ് ഫീ ഒന്നും ഇല്ല കേട്ടോ ഈ ലുലു മോളിൽ. അതൊരു ഗുഡ് തിങ് ആണ്. വേറെ എല്ലായിടത്തും പാർക്കിംഗ് ഫീ ഉണ്ടല്ലോ അല്ലേ. ഏതായാലും പോയതല്ലേ, എനിക്കിഷ്ടപ്പെട്ട സാധനം ഞാൻ തൊട്ട് കാണിക്കും. ഒരു മടിയും കൂടാതെ അത് മേടിച്ച് തരണം. ഞാൻ എൻ്റെ ഭർത്താവിനോടും എൻ്റെ അച്ഛനോടും പഠിച്ച പണിയാലെ പറഞ്ഞിട്ടാണ് അതിനകത്തേക്ക് കയറ്റി വിട്ടത്. അവിടെ എത്തിയപ്പോൾ ചന്തയെ കണ്ട പരിചയം പോലെ രണ്ടാക്കും എന്നെ ഇല്ല. എല്ലാവരും കപ്പിൾ കൂളായിട്ട് നടക്കുന്ന പോലെ ഞാൻ വല്ല ബോബിന് മുകളിൽ പട്ടിയുടെ പോലെ പിന്നാലെ നടക്കുമായിരുന്നു. മുന്നിൽ പോകുന്ന എൻ്റെ അനിയനും എൻ്റെ ഭർത്താവുമാണ്, ബാക്കിലുള്ളത് എൻ്റെ അച്ഛനും അമ്മയാണ്. ഞാൻ മാത്രം അനാഥ. എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫൈനലി എൻ്റെ ആൻറ്റീൻ്റെ വീട്ടിലേക്ക് എത്തി. ആൻറ്റി നല്ല അടിപൊളി ചട്ടിപ്പത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഹോം മെയ്ഡ് ആണ്. ചെറിയ കുട്ടിയാകുമ്പോൾ എങ്ങാനും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഓർമ്മ വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല കേട്ടോ. കാരണം ഇവർ അബ്രോഡ് സെറ്റിൽഡ് ആയിരുന്നു. നാട്ടിൽ വരുന്ന സമയത്ത് ഇവർ നമ്മളെ വീട്ടിൽ വന്ന് കാണാറാണ് പതിവ്. ഇങ്ങോട്ട് വരേണ്ട ഒരു അവസരം ഇതുവരെ വന്നിട്ടില്ല. ഭയങ്കര കാമൻ ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഒരു അടിപൊളി വീട്. ഇവർക്ക് കൂട്ടായിട്ട് ഇവരൊരു പെറ്റും കൂടി ഉണ്ട്. പേരെന്തായിരുന്നു? ഐ തിങ്ക് ഡോണ അങ്ങനെ എന്താണ് പേര് പറഞ്ഞത്. കറക്റ്റ് ആണോ അല്ലയോ എന്ന് എനിക്ക് ഓർമ്മയില്ല.
ഭയങ്കര അഗ്രസീവാണ്. പക്ഷേ അവരോട് ഭയങ്കര കൂട്ടാണെന്നാട്ടോ പറഞ്ഞത്. അപ്പുക്കുട്ടൻ എല്ലാ പട്ടികളെയും നന്നായിട്ട് മയക്കി എടുക്കുന്നതാണ്. പക്ഷേ അതിനൊന്നും മയക്കാൻ പറ്റിയില്ല. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കുറേ സമയം സംസാരിച്ചിരുന്നിട്ട് ഡിന്നർ നമ്മൾ പുറത്തുനിന്ന് കഴിക്കാമെന്ന് പ്ലാനിട്ട് എല്ലാവരും കൂടെ നല്ലൊരു റെസ്റ്റോറൻറ്റ് നോക്കി പോയി. ആൻറ്റി, അങ്കിളും, അച്ഛനും അമ്മയും ഞങ്ങൾ എല്ലാവരും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഫുഡ് എന്ന് പറയാൻ ഭയങ്കര സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവരെ ഹോസ്പിറ്റാലിറ്റി നല്ലതായിരുന്നു. അതായത് സെർവിങ്ങും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. അങ്ങനെ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായി വന്നു. സ്റ്റാർട്ടേഴ്സും മെയിൻ കോഴ്സസ് ഒക്കെ വന്നു. നമ്മളെല്ലാവരും ഹാപ്പിയായി കഴിച്ച് കുറേ സംസാരിച്ച് ബൈ ബൈ പറഞ്ഞ് പാലക്കാട് നിന്ന് പോന്നു കേട്ടോ. ബിക്കോസ് പിറ്റേ ദിവസം നമുക്ക് തിരിച്ച് പോകാനുള്ളതാണ്. ഇത് ഞങ്ങൾ തിരിച്ച് പോരുമ്പോൾ എടുത്ത ഒരു വീഡിയോ ക്ലിപ്പായിരുന്നു. അതായത് ഞാനും ഒപ്പം റിട്ടേൺ കണ്ണൂരേക്ക് വരുന്ന സമയത്ത് ഒരു ഹോട്ടലിൽ ഇറങ്ങി ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. പലപ്പോഴായിട്ട് എനിക്ക് പറ്റുന്ന സംഭവമാണ് ഇത്. വ്ളോഗൊക്കെ കാര്യമായിട്ട് എടുത്ത് തുടങ്ങും, പകുതി എത്തിക്കഴിഞ്ഞാൽ ഈ വ്ളോഗ് എടുക്കുന്നുണ്ടെന്ന കാര്യവും ഞാൻ മറന്നുപോകും. അങ്ങനെ പറ്റിപ്പോയൊരു പൊട്ട വ്ളോഗാണിത്. എന്നാലും നിങ്ങൾ അവസാനം വരെ കണ്ടവർക്ക് താങ്ക് യു സോ മച്ച്. അപ്പോൾ പെട്ടെന്ന് തന്നെ വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു. ബൈ.